നമസ്കാരം, FundEd360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മളൊരു പെനി സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്ക്രീൻ ചെയ്യുകയാണെങ്കിലും ശരി, തിരഞ്ഞെടുക്കുകയാണെങ്കിലും ശരി, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ അവശ്യം ശ്രദ്ധിക്കേണ്ട ചില ഫിനാൻഷ്യൽ റേഷ്യോസാണ്. ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റൊന്നുമല്ല, പലപ്പോഴും പലരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാരെ ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള കാര്യം, അവർ ഏതെങ്കിലും സ്ക്രീനിങ് സോഫ്റ്റ്വെയർ, ടിക്കറ്റ് ടൈപ്പോ അല്ലെങ്കിൽ സ്ക്രീനറോ അല്ലെങ്കിൽ ബ്രോക്കർ തന്നെ സ്ക്രീനിങ് സോഫ്റ്റ്വെയറോ ഏതാണെങ്കിലും അതിനകത്ത് പോയിട്ട് നമുക്ക് അറിയുന്ന അത്യാവശ്യം 1-2 പാരാമീറ്റേഴ്സ് ഇട്ട് സ്ക്രീൻ ചെയ്തെടുക്കുന്ന ഒരു ശീലമാണുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പെനി സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും PE റേഷ്യോ, പിന്നെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇങ്ങനെയുള്ള 3-4 പാരാമീറ്റേഴ്സ് മാത്രം ഇട്ടിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് കാലമായിട്ട് റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം, ഒരു 90% ആളുകളും ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നവർ. പെനി സ്റ്റോക്കുകളിൽ നിക്ഷേപം വന്നിട്ടുള്ളതിൻ്റെ 90%-ലേറെയും പുതുതായി മാർക്കറ്റിൽ വന്നവരാണെന്നുള്ളത് സത്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഈ 4 പാരാമീറ്റേഴ്സ്, അതായത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, PE റേഷ്യോ, ഡിവിഡൻഡ്, പ്രോഫിറ്റ്, ഈ 4 റേഷ്യോ വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രീൻ ചെയ്തു. ആ ഒരു കമ്പനികളെ നമ്മൾ ഒബ്സർവ് ചെയ്തു. കണ്ടിട്ടുള്ളൊരു കാര്യം, ആ കമ്പനികൾ മുകളിലേക്ക് പോയി. അതേസമയം വളരെ മൈക്രോ ലെവലിൽ അനലൈസ് ചെയ്തിട്ടുള്ള മറ്റു പല റേഷ്യോസും എടുത്തിട്ടുള്ള ലിക്വിഡിറ്റി, ലെവറേജ് റേഷ്യോസൊക്കെ എടുത്തിട്ട് വളരെ മൈക്രോ ലെവലിൽ അനലൈസ് ചെയ്തിട്ടുള്ള പല സ്റ്റോക്കുകളും, അങ്ങനെ സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ, അവയിൽ ഒരു വളരെ ചെറിയ ശതമാനം, അതായത് 25% മാത്രമേ ഒരു വോള്യൂം ട്രേഡോ പ്രൈസ് മൂവ്മെൻറ്റോ നടന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഇൻഡിക്കേഷൻ മറ്റൊന്നുമല്ല, കൂടുതൽ പേർ സെലക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ 2-3-4 പാരാമീറ്റേഴ്സ് മാത്രം വെച്ചിട്ടാണ്. പക്ഷേ പെനി സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യാൻ നമ്മൾ വലിയ സ്റ്റോക്കുകളെ അനലൈസ് ചെയ്യുന്ന പോലെ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിൽ ചാടിയേ ഉള്ളൂ. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ. കാരണം ഇതുകൊണ്ട് നമ്മൾ പലപ്പോഴും വഞ്ചിതരാകും. താൽക്കാലികമായി ചിലപ്പോൾ 1-2 ട്രേഡിംഗ് ഡേ മുകളിലേക്ക് പോയേക്കാം. പക്ഷേ അവയ്ക്ക് ശേഷം ഒരു പമ്പ് ആൻഡ് ഡംപ് പോളിസിയിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഈ കമ്പനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ 2-3 വർഷം കഴിഞ്ഞാൽ ഈ കമ്പനി ചിലപ്പോൾ നിലനിൽപ്പ് തന്നെ ഉണ്ടാകില്ല. ഡീലിസ്റ്റ് ചെയ്ത് പോയേക്കാം, ലിസ്റ്റിംഗ് ഫീ കൊടുക്കാൻ തന്നെ കമ്പനിക്ക് ഉണ്ടായില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലിരുന്നാൽ തന്നെ, ഒരു ദീർഘകാലത്തേക്ക് കയ്യിലിരുന്നാൽ തന്നെ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകാം. അതുകൊണ്ട് നമ്മൾ പെനി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ചില പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റേഷ്യോസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ലിക്വിഡിറ്റി കുറച്ചുകൂടി നല്ല ലിക്വിഡിറ്റി റേഷ്യോസും ലെവറേജ് റേഷ്യോസും നമ്മൾ തിരഞ്ഞെടുക്കണം. അതായത് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് റേഷ്യോസോ, അല്ലെങ്കിൽ ലെവറേജ് റേഷ്യോസ് ആയിട്ടുള്ള ഡെപ്റ്റ് റേഷ്യോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടെ ഡെപ്തിലുള്ള പല റേഷ്യോസും നമ്മൾ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പെനി സ്റ്റോക്ക് അറ്റ്ലീസ്റ്റ് കുറേ കാലങ്ങളിലേക്കും കൂടി നിലനിൽക്കുമോ എന്നുള്ളതെങ്കിലും നമുക്ക് അറിയാൻ കഴിയും. ഇല്ലെങ്കിൽ അത് 100% ലോട്ടറി എടുത്ത പോലെയാവും. അപ്പോൾ ആദ്യമായി നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് ഒക്കെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് പെനി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവശ്യം നമ്മൾ നോക്കേണ്ട ലിക്വിഡിറ്റി റേഷ്യോസ് എന്തൊക്കെയാണ്, അവയുടെ വാല്യൂസൊക്കെ ഏത് റേഞ്ചിൽ വേണം ഇരിക്കാൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡെപ്റ്റ് റേഷ്യോ നോക്കാം. ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. ടോട്ടൽ കടബാധ്യതകൾ എന്തൊക്കെയാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ ഇത് തരുന്ന ഇംപ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കടബാധ്യതകൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഫ്യൂച്ചറിൽ നടന്നു പോവോ, കുറഞ്ഞു വരുന്നുണ്ടോ ഡെപ്റ്റ് റേഷ്യോ എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഡെപ്റ്റ് റേഷ്യോ നമുക്കറിയുന്ന പോലെ തന്നെ എന്തായാലും 1-നേക്കാളും കുറവായിരിക്കണം. കാരണം അസറ്റ്സ് ലയബിലിറ്റിയേക്കാളും കൂടുതൽ വേണമെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ലെവറേജ് റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇതിൽ നിന്നും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ, നമ്മൾ എന്താണ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ ഡെപ്റ്റ് ലോഡ്, കടബാധ്യത കമ്പനിക്ക് മാനേജബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ചില കമ്പനികളൊക്കെ വലിയ കടത്തിലായിരിക്കും, കടത്തിൽ നിന്നും കടത്തിലേക്ക് പോകുന്ന കമ്പനിയായിരിക്കും, മാനേജബിൾ അല്ല, അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പനി കടമുണ്ടായിക്കോട്ടെ, പക്ഷെ ആ കടം മാനേജബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ തരുന്ന ഒരു പിക്ചർ. ICR ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2-ൽ കൂടുതലായിരിക്കുന്നതാണ് അഭികാമ്യം. മറ്റൊരു റേഷ്യോ ആണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. അതായത് കറണ്ട് ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ ഷെയർ. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ ചില പെനി സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 1 രൂപ ഇരിക്കുന്ന 1500 രൂപയിലേക്കൊക്കെ കയറിപ്പോയത്. എന്തുകൊണ്ടാണ് കയറിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കമ്പനിക്ക് ഒരു സെയിൽ ഉണ്ടായിട്ട് കയറിയതാണോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് കമ്പനിയായിട്ട് കയറിയാണോ എന്നുള്ള ഒരു പിക്ചർ ലഭിക്കും. അപ്പോൾ ഇത് 2-ൽ കുറവോ ഉള്ളത്,
പ്രൈസ് ടു സെയിൽസ് റേഷ്യോ നല്ലതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പ്രൈസ് ടു ക്യാഷ് ഫ്ലോ റേഷ്യോ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വലിയ വാല്യൂ ഇൻവെസ്റ്റേഴ്സൊക്കെ KD ആണെങ്കിലും ശരി, അതേപോലെ തന്നെ നമ്മുടെ വാറൻ ബഫറ്റ് ആണെങ്കിലും ചാർലി ആണെങ്കിലും ഒക്കെ ഇവരെ സംബന്ധിച്ച് പ്രൈസ് ടു ക്യാഷ് ഫ്ലോ റേഷ്യോ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ EPS കുറിച്ച് പറയുന്ന പോലെ സാധാരണ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഒന്നും EPS അല്ല എടുക്കാറ്, CEPS ആണ്, ക്യാഷ് ഏർണിങ്സ് പെർ ഷെയർ ആണ്. കാരണം മാനിപ്പുലേഷൻ ചെയ്യാൻ താരതമ്യേന കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ളതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പ്രൈസ് ടു ക്യാഷ് ഫ്ലോ റേഷ്യോ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പെനി സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൈസ് ടു ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാഷ് ഫ്ലോ പെർ ഷെയർ, അതാണ്. സ്ക്രീനർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ വളരെ എളുപ്പം അവൈലബിൾ ആയിരിക്കും. പ്രൈസ് ടു ക്യാഷ് ഫ്ലോ ഒരു 15ന്റെ താഴെ ഇരിക്കുന്നത് ആണ് നല്ലത്. അങ്ങനെയുള്ള ഷെയറുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസിലേക്ക് വരാം. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ എന്നൊക്കെ ഉള്ളതാണ്. അതായത് കമ്പനിക്ക് ദീർഘകാലങ്ങളിലല്ല ഹ്രസ്വകാലത്തേക്കുള്ള പണത്തിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പിക്ചറാണ് ലിക്വിഡിറ്റി റേഷ്യോസ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സ്, നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്നതോ ഇതിനു മുമ്പ് കിട്ടിയതോ അല്ല, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒന്നിൽ കൂടുതലായിട്ടിരിക്കുന്നതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. മറ്റൊന്നുള്ളത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ നമുക്ക് തരുന്ന പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി, നമ്മൾ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനുള്ള ഇൻവെൻട്രി എടുത്ത് വിൽക്കാതെ അവർക്ക് ക്യാഷിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ അതായത് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ നമ്മൾ അസറ്റ് ഇൻവെൻട്രി ഉള്ള എക്സിസ്റ്റിംഗ് ഇൻവെൻട്രി, പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഇൻവെൻട്രിയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അതൊന്നും നമ്മൾ അസറ്റ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് അത് കുറയ്ക്കുന്നു, അസറ്റ്സിൻ്റെ അകത്ത് കുറയ്ക്കുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ്. അതാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ ഈ പറഞ്ഞതുപോലെ എത്രത്തോളം വലുതായിരിക്കുന്നോ അത്രത്തോളം നല്ലത്. 1ന്റെ മുകളിലാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ പലപ്പോഴും പല പെനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇതൊന്നും 1ന്റെ മുകളിലൊക്കെ വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവരൊക്കെ വളരെ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന പല കമ്പനികളുമാണ്. നമ്പേഴ്സൊക്കെ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത്രയും റേഷ്യോസ് എങ്കിലും നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പെനി സ്റ്റോക്കിനെ സംബന്ധിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെനി സ്റ്റോക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാരണ്ടി തരാൻ കഴിയുന്നത് ഈ പെനി സ്റ്റോക്ക് അവിടുത്തെ അടുത്ത 5 വർഷത്തേക്ക് ഡീലിസ്റ്റ് ചെയ്യപ്പെടാതെ മാർക്കറ്റിലുണ്ടാകും. പെനി സ്റ്റോക്കുകളെ കുറിച്ച് ഏറ്റവും വലിയ ഗ്യാരണ്ടി നൽകാൻ കഴിയുന്നത് ആ ഒരു ഗ്യാരണ്ടിയാണ്. 5 വർഷം കഴിഞ്ഞ് 2026 നിങ്ങൾ മാർക്കറ്റിൽ വന്ന് നോക്കുമ്പോൾ ഈ പെനി സ്റ്റോക്കുകൾ ഈ മാർക്കറ്റിൽ നിലനിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത്രയും പാരാമീറ്റേഴ്സ് നിങ്ങൾ ഉറപ്പാക്കിയാൽ ഏറ്റവും മിനിമം ആ ഒരു പെനി സ്റ്റോക്കുകൾ മാർക്കറ്റിൽ നിലനിൽപ്പുണ്ടാവും, ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവയെല്ലാം കൂടാതെ നിങ്ങളിതിൻ്റെ ഒരു ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ കൂടാതെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി സെയിൽസ് വോള്യമാണ്. ഡെയിലി സെയിൽസ് വോള്യം ഏറ്റവും മിനിമം ഒരു 1000ന്റെ മുകളിലുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അങ്ങനെയായാൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. ഇല്ലെങ്കിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 2 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഷെയർ 20 രൂപയിൽ എത്തിയാൽ പോലും ആ ഒരു ഷെയർ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ കഴിഞ്ഞോളണമെന്ന് നിർബന്ധമില്ല. ലോവർ സർക്യൂട്ടിലാവണമെന്ന് നിർബന്ധമില്ല. അപ്പർ സർക്യൂട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബയേഴ്സിന് ചിലപ്പോൾ അവിടെ കാണില്ല. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആ പ്രൈസിലായിരിക്കും. പക്ഷേ ബയേഴ്സോ സെല്ലേഴ്സോ ഒന്നും ഉണ്ടാകില്ല. കാരണം അതൊരു അൺഅറ്റൻഡഡ് കൗണ്ടർ ആയിരിക്കും. അപ്പോൾ ആ ഒരു വോള്യത്തെക്കുറിച്ചുള്ള ഒന്നുകൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 1000 ക്വാണ്ടിറ്റി എങ്കിലും ഡെയിലി ട്രേഡഡ് വോള്യം നടന്നു എന്നുള്ളത് കൂടി ഉറപ്പാക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റിയെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുകയാണ്. പെനി സ്റ്റോക്കുകളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചെറിയൊരു അവബോധം നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.